ശരീരത്തിലെ അമിതമായ ചൂട്, നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ സാധാരണ കണ്ടുവരാറുള്ള ഉൾച്ചൂട്, ചൂടും വെള്ളപ്പോക്കും മൂലമുള്ള അസ്വസ്ഥതകൾ, ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറി മൂത്രമെല്ലാം നല്ല തണുത്ത് പോകുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ള ഒരു സംഭാരം നമുക്കുണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കടഞ്ഞെടുക്കാം. നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അടിച്ചെടുക്കാം. പക്ഷേ കടഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക പരുവം നമുക്ക് കിട്ടും. കടക്കോല് കൊണ്ട്, നമ്മൾ കറിവേപ്പിൻ്റെ തടിയിലെ കടക്കോല് കൊണ്ടൊക്കെയാണ് സാധാരണ കടഞ്ഞെടുക്കുക. നിങ്ങളേൽ അതുണ്ടെങ്കിൽ അത് വെച്ച് കടഞ്ഞെടുക്കാം. അല്ലെങ്കിൽ തവിയോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച്, സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ കടഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേക പരുവമായിരിക്കും അതിന്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. ഇതാണ് പരുവം. നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. കണ്ടാ, ഒരു 2 മിനിറ്റ് മതി ഇങ്ങനെ ആവാനായിട്ട്. വലിയ പാടൊന്നുമില്ല. കണ്ടാ, ഇതുപോലെ ആക്കി എടുക്കണം. മിക്സിയിൽ അടിക്കണേക്കാട്ടി ഇതാണ് നല്ലത്. ഇതിലേക്കായി 3 കൊച്ചുള്ളി, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചതച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അലോവേര, നമ്മുടെ കറ്റാർവാഴ. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ചെടിയിൽ നിന്നും കട്ട് ചെയ്തെടുത്താൽ കുറച്ച് സമയം ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള മഞ്ഞ ദ്രാവകമെല്ലാം ഒഴുകിപ്പോകും. ചിലർക്ക് ഇത് അലർജി ഉണ്ടാവും. അലർജി ഉള്ളവരൊന്നും ഇത് ഉപയോഗിക്കേണ്ട. അല്ലാത്തവർക്ക് ഇത് ശീത ഗുണമാണ് ഇതിനകത്തുള്ളത്. നല്ല ശരീരം നല്ല തണുപ്പിക്കും. ഇതിൻ്റെ ഈ ഇരുവശത്തുള്ള മുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഗർഭിണികളും പൈൽസിൻ്റെ പ്രശ്നമുള്ളവരും അതുപോലെ പീരീഡ്സ് ടൈമിൽ പെൺകുട്ടികളും ഒന്നും ആ സമയങ്ങളിൽ ഉപയോഗിക്കേണ്ട കേട്ടോ. എന്നിട്ട് ഇതാ ഈ മുകൾ ഭാഗം ഇങ്ങനെ തൊലിയോട് ചേർത്ത് എടുത്ത് മാറ്റണം. പീരീഡ്സ് സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പൈൽസ് ഉള്ളവർക്ക് ബ്ലീഡിങ് ഉള്ള സമയമാണെങ്കിൽ അവർക്ക് കുറച്ച് ബ്ലഡ് പോവും. ഇത് നിർത്തിയാൽ ഉടനെ അതങ്ങ് സ്റ്റോപ്പ് ആയിക്കോളും. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ അതിൻ്റെ മാംസം മുഴുവൻ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതിനി കഴുകി എടുക്കണം. അതിനകത്ത് മഞ്ഞയുടെ ഒരു എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് 2 വെള്ളത്തിൽ കഴുകി ഇതിൻ്റെ മഞ്ഞ കളറും തോലും എല്ലാം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. അതിരുന്ന ചൊറിയും ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കാം. തരികൾ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നും കിടന്നാലും കുഴപ്പമില്ല. ഇത് നമുക്ക് തൈരിലോട്ട് ഒഴിക്കാം. ഇതിലേക്ക് ഒഴിക്കാം. തൈര് തിരഞ്ഞെടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം. സാധാരണ സംഭാരം എന്ന് പറയുമ്പം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അത് ഓരോരുത്തരെയും കട്ടി അനുസരിച്ച് നോക്കി ഒഴിക്കുക. നമുക്കിതിൽ ഉപ്പൊഴിക്കുക. ആവശ്യത്തിന് മാത്രം ഉപ്പൊഴിക്കുക. ഉപ്പ് കൂടണ്ട. ഞാൻ കല്ലുപ്പിൻ്റെ നീരാണ് ഒഴിക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഓരോരുത്തരെ കണക്കിന് ചേർത്താൽ മതി. ഉപ്പ് കറക്റ്റിന് ഉണ്ട്. ഇതാണ് സംഭാരത്തിൻ്റെ പരുവം. ഇനി നമുക്ക് കലത്തിലോട്ട് മാറ്റാം. തൈര് ഇഷ്ടമല്ലാത്തവർക്ക് തേനിൽ മിക്സ് ചെയ്ത് കഴിക്കാം. ഒരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ചേർത്തുകൊണ്ട് ഇത് കഴിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 ആഴ്ചയോ 1 മാസമോ കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ആവർത്തിക്കുക. അങ്ങനെ ഒരു 3 ട്രിപ്പ് കഴിക്കുമ്പോഴേക്കും ഉൾച്ചൂട് പൂർണ്ണമായിട്ട് മാറും. എനിക്ക് മാറിയിട്ടുണ്ട്. ഒന്നും തന്നെ സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില ചതച്ചത്. ഇനി നമുക്ക് ഇതിനകത്തിടാൻ. ഇത് ഉഷ്ണവീര്യമാണ്. ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. വയറിന് സുഖം കിട്ടാനും നമുക്ക് ടേസ്റ്റിനും അങ്ങനെയൊക്കെയാണ് ഇത്. ആവശ്യമുള്ളവർ മാത്രം, തീർത്തും തണുപ്പിക്കാനുള്ളവർ അത് മാത്രം ഉപയോഗിച്ചാൽ മതി. അലോവേരയും തൈരും ഉപ്പ് മാത്രം മതി. ഇത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേണം അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് അലങ്കരിക്കാം. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ മൺകലത്തിലൊക്കെ നാച്ചുറൽ തണുപ്പല്ലേ, ഇതിലൊക്കെ ഒഴിച്ചു വെച്ചിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. എല്ലാവരും ധാരാളമായിട്ടുണ്ടായി കുടിക്കും.
ശരീരമൊക്കെ നല്ല തണുക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.